ഹലോ ഗൈസ്, അപ്പം ഇന്ന് നമ്മൾ ബോ കീ ചെയിനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഈ ബോ കീ ചെയിൻ്റെ ട്യൂട്ടോറിയൽ കാണാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം 65 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്തിട്ട് അവരോടൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ പറയാം. നെക്സ്റ്റ് നമ്മുടെ ബാക്ക് ടു സ്കൂൾ സീരീസിൽ ഇനി എന്തുണ്ടാക്കണമെന്നും കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ് ഞാൻ ഇവിടെ 65 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ചെയിൻ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തതിന് ശേഷം 7 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. നമ്മൾ 7 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 6 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 7 ഹാഫ് ഡബിൾ ക്രോഷ്യ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ 6 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഹാഫ് ഡബിൾ ക്രോഷ്യൊക്കെ അറിയാത്തവർ നമ്മുടെ ചാനലിലെ ബേസിക് സ്റ്റിച്ചസിൻ്റെ പാർട്ട് പോയി കണ്ടിട്ട് പഠിക്കുക. ഞാനിവിടെ 6 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 16 ഹാഫ് ഡബിൾ ക്രോഷ്യാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ 16 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും 6 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഞാനിവിടെ 6 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മളിനി വീണ്ടും 16 ഹാഫ് ഡബിൾ ക്രോഷ്യ തന്നെ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ 16 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും 6 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ 6 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 7 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് ടേൺ ചെയ്തതിന് ശേഷം ഇതുപോലെ ഈ 4 റൗണ്ട് ആയിട്ട് ചെയ്ത് കൊടുക്കുക. ഈ സെയിം പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ 4 റൗണ്ട് കംപ്ലീറ്റ് ആക്കുക. ഞാനിവിടെ എൻ്റെ സെക്കൻഡ് റൗണ്ടും കംപ്ലീറ്റ് ചെയ്തിട്ട് ചെയിൻ സ്റ്റിച്ച് ടേൺ ചെയ്തു വീണ്ടും പാറ്റേൺ റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ ഇവിടെ ഞാൻ 5 റൗണ്ട് ചെയ്ത് കഴിഞ്ഞു.